everyone, എൻ്റെ പേര് സൗമ്യ. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതും എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ വിറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ വിറ്റമിൻ ഇ ഓയിൽ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ സ്കിന്നിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ അതേപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ നമുക്ക് ഈ വിറ്റമിൻ ഇ ഓയിൽ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് കടകളിൽ, ഫാർമസിയിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഇനി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഒരു വെറ്റ് ടവൽ യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ടൊന്ന് തുടച്ചു. ഇനി അതിന് പകരം നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകിയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് വിറ്റമിൻ ഓയിൽ ഇതുപോലത്തെ ഇതിലാണ് എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഇവിയോൺ ക്യാപ്സ്യൂൾ എന്ന പേരിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വിറ്റമിൻ ഇ ഓയിൽ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ക്യാപ്സ്യൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ക്യാപ്സ്യൂൾ എടുക്കാം. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് നമുക്ക് മുഖത്ത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. മുഖത്തെ വിറ്റമിൻ ഇ ഓയിൽ തേച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം. അപ്പം കാരണം മുഖത്ത് നന്നായിട്ട് അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം. അപ്പോൾ മുഖത്ത് നന്നായിട്ട് സർക്കുലർ മോഷനിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. ഇനി മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഇപ്പോൾ മുഖം കഴുകി വന്നു. ഇനി ഇതിന് ശേഷം നമുക്കൊരു ടോണർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഹോം മെയ്ഡ് ഗ്രീൻ ടീ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ സ്പ്രേ ചെയ്ത് അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡ്രോപ്പ് വിറ്റമിൻ ഇ ഓയിൽ എടുക്കണം. അപ്പോൾ കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്തിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിറ്റമിൻ ഇ ഓയിൽ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് എപ്പോഴാണ് ബെസ്റ്റ് ടൈം ഇത് ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നോ ആണെങ്കിൽ ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യാം. ഇനി അതേസമയം നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ ആഴ്ചയിൽ ഒരു ടൈം ചെയ്താൽ മതി. കാരണം ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ആഴ്ചയിൽ 1 തവണ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ്, നല്ലൊരു സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.